Dear students, it's phrasal verbs, today's class. Phrase, PHRAC, ഫ്രേസിനെ കൊണ്ട് രൂപപ്പെടുത്തുന്നത്, ബട്ട് ആക്ട് ആസ് വേർബ്സ്. അപ്പോൾ ഒരു ക്രിയാരൂപം, പാർട്ടിസിപ്പിക്കൽ നൗണ് വേർബ്. ഈ വേർബ് ഫോർ എക്സാമ്പിൾ നമുക്ക് വളരുക, വളർത്തുക, ഗ്രോ എന്ന വാക്കെടുക്കുന്നു. അതേ വാക്കിനെ ഗ്രോ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ബ്രിങ് അപ്പ്, ഗ്രോ ഓർ മേക്ക് ഗ്രോ, വളർത്തുക. സോ ദ സെയിം വേർഡ് ഗ്രോ, that comes equal to bring up. Bring up is a phrasal verb, but to grow is an ordinary verb. ഇപ്പോൾ സാധാരണ ക്രിയകൾക്ക് പകരം ഭാഷാശൈലിയിൽ ദി സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, നിലവാരമുള്ള ഇംഗ്ലീഷ് എന്ന നിലയിൽ ഉപയോഗിക്കുന്ന പ്രത്യേക ഭാഷാശൈലി തന്നെയാണ് ഫ്രേഷ്യൽ വേർബ്സ്. ഇതിന് ഒരു ക്രിയാരൂപവും ഉണ്ടാകും, അതിനെ ഫുൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അർത്ഥം പൂർണ്ണമാക്കാൻ ഒരു പ്രിപ്പസിഷൻ ഉണ്ടാവും. അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഓഫ് ദാറ്റ് പ്രിപ്പസിഷൻ ദ മീനിങ് ഈസ് ഓൾസോ ചേഞ്ച്ഡ്. ഇവിടെ നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന വാക്കെടുക്കുന്നു, ബ്രേക്ക് ഇൻ എന്നെടുക്കുന്നു, ബ്രേക്ക് ഓഫ് എടുക്കുന്നു. യു സി the main word that itself is break. Here it is break, here it is break, but the next following word is down, break down, and another one is break in, and another one is break off. ഒരെണ്ണം ഞാൻ താഴെയാണ് എഴുതി, അവിടെ സ്പേസ് വിട്ടു പോയപ്പോൾ ബ്രേക്ക് ഔട്ട്. ഇപ്പം ബ്രേക്ക് എന്ന സാധാരണ, അതായത് ഓർഡിനറി വേർബിനോട് ഡൗൺ ചേർക്കുമ്പോഴുള്ള അർത്ഥം അല്ല ഇൻ ചേർത്ത് പറയുമ്പോൾ കിട്ടുന്നത്, ആ അർത്ഥമല്ല ഓഫ് ചേർത്ത് പറയുമ്പോൾ കിട്ടുന്നത്, ആ അർത്ഥമല്ല ഔട്ട് ചേർത്ത് പറയുമ്പോൾ. അപ്പോൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി വച്ചിട്ടില്ലെങ്കിൽ when we move to the higher classes, നമ്മൾ ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇറ്റ് സീംസ് ടു ബി വെരി ഡിഫിക്കൽട്ട് ടു ഫോളോ ദ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, നിലവാരമുള്ള ഇംഗ്ലീഷിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. കാരണം ദ ടീച്ചേഴ്സ് യൂസ് സച്ച് ഫ്രേഷ്യൽ വേർബ്സ്, ആൻഡ് വൺ ഹു നോസ് ഇംഗ്ലീഷ് വെൽ ദേ ഓൾസോ യൂസ് ദിസ് ഫ്രേഷ്യൽ വേർബ്സ്, നോട്ട് ദ ഓർഡിനറി വേർബ് ഫോംസ്. ആ സാധാരണ വേർബിന് പകരം അവർക്ക് അറിയാവുന്ന, അവർ നിത്യ സംഭാഷണത്തിൽ ശൈലിയിൽ ആക്കി മാറ്റി ഈ വാക്കുകളാണ് ഉപയോഗിക്കുക. സോ വി കാൺട്ട് റിയലൈസ് വാട്ട് ദേ സേ. അതുകൊണ്ട് ബ്രേക്ക് ഇന്നിൻ്റെയും ബ്രേക്ക് ഡൗണിൻ്റെയും ബ്രേക്ക് ഓഫിൻ്റെയും ബ്രേക്ക് ഔട്ടിൻ്റെയും അർത്ഥവ്യത്യാസം അറിയണമെങ്കിൽ പ്രിപ്പസിഷൻ അവിടെ ഏത് അർത്ഥത്തിൽ പ്രയോഗിച്ചു അതുപോലെ തന്നെയാണ് നമുക്ക് അങ്ങോട്ട് പഠിക്കാനുള്ള പുട്ട് ഓണും പുട്ട് അപ്പും പുട്ട് ഓഫും ഒക്കെ തന്നെ. മെയിൻ വേർബ് പുട്ടായിരിക്കും, മെയിൻ വേർബോടെ ബ്രേക്കാണ്, അതിനാസ്പദമാക്കിയല്ല ആ ഫ്രേസ് ഉണ്ടായത്. ബ്രേക്ക് എന്ന വേർബും ഇന്നെന്ന പ്രിപ്പസിഷനും ചേർന്നപ്പോഴാണ് ഫ്രേഷ്യൽ എന്ന അർത്ഥത്തിലേക്ക്. ദെൻ വേർബ്, phrasal verb. So what is meant by phrasal verb? It acts as an ordinary verb, but we mold it or we create it with a verb form and a preposition. അപ്പോൾ ഒരു ക്രിയാപദവും അതിനോട് ചേർത്ത് പറയാവുന്ന ഒരു പ്രിപ്പസിഷനും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഉപയോഗിക്കാവുന്ന
അർത്ഥം വളരെ കൃത്യമായിട്ട് മറ്റൊരാളിലേക്ക് എത്തിക്കാവുന്ന ഒരു പ്രയോഗമാണ് ഫ്രേഷ്യൽ വെർബ്സ്. സോ ലെറ്റ് us ഇൻട്രൊഡ്യൂസ് ഇറ്റ്. നമുക്കത് പരിചയപ്പെടാം. ആ പരിചയപ്പെടുമ്പോൾ പിന്നെ ഇത് പഠിച്ചുകൊണ്ട്, അപ്പോൾ മാഷ് നിങ്ങൾക്കിത് അയച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ക്ലാസ്സിൽ വരുന്നവർക്ക് ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ ആ നോട്ട് തന്നെ ആയിട്ട് തരാം. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. SSLCക്ക് 2.5 മാർക്ക് സ്കോറിംഗ് ഉണ്ടെന്ന് മാത്രമല്ല, പഠിക്കുന്നത് +1ലേക്ക് +2ലേക്ക് ഡിഗ്രിയിലേക്ക് ആ തലങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് അത്രമേൽ ഗുണപ്രദമാണ്. പഠിച്ചേ പറ്റുള്ളൂ. ഫസ്റ്റ്, ബെയർ വിത്ത്, ടോളറേറ്റ്. തന്ന നോട്ടാണ് ഇത്. നോട്ടുണ്ടെങ്കിൽ പോലും മാഷി പറയുന്ന സാധനങ്ങൾ ഒന്നുകൂടി ഇതേ രീതിയിൽ വിത്ത് മലയാളം എഴുതിയെടുക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ലാപ്പാണെങ്കിൽ ലാപ്പ് നോക്കിയിട്ട് ഇതേ രീതിയിൽ ഒന്നുകൂടി എഴുതിയെടുക്കുക. ബെയർ വിത്ത്, ടോളറേറ്റ്. ടോളറേറ്റ് എന്ന അർത്ഥം വരുന്ന വാക്കിന് വരാനുണ്ട്. അപ്പോൾ ഒരു പദമല്ല ഒരർത്ഥത്തെ ലഭ്യമാക്കുന്നത്. ഒരു ഫ്രേഷ്യൽ വെർബ് മാത്രമായിരിക്കില്ല, അതേ അർത്ഥം വരുന്ന ഫ്രേഷ്യൽ വെർബ് വേറെയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കണം. ബെയർ വിത്ത്, ടോളറേറ്റ്, സഹിക്കുക. ബ്രേക്ക് ഡൗൺ, കൊലാപ്സ്. കെട്ടിടം മാതിരിയുള്ള കാര്യങ്ങൾ, അവസ്ഥകൾ അല്ലെങ്കിൽ വസ്തുക്കൾ തകർന്നു വീഴുക. കൊലാപ്സ്, തകരുക. ദി ബിൽഡിംഗ് ബ്രോക്ക് ഡൗൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞു ഐ കാൻ ബെയർ വിത്ത് ഇറ്റ് എന്ന് പറയാം. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. മേ ബി സോറോ, സങ്കടമായിരിക്കാം. ബ്രേക്ക് ഡൗൺ, തകരുക. ദ എംപയർ ബ്രോക്ക് ഡൗൺ, സാമ്രാജ്യം തകർന്നു എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഇൻ, എൻ്റർ വിത്ത് ഫോഴ്സ്. ബ്രേക്ക് ഇൻ, എൻ്റർ വിത്ത് ഫോഴ്സ്. ഇവിടെ സൂചകമുണ്ട്, ഇതിവിടെ സൂചനയുണ്ട്. കണ്ടോ? തകർന്ന് വീഴുക, ഡൗൺ, തകർന്ന് വീഴുക. ഇത് ഇൻ, അകത്തോട്ടാണ്. കണ്ടില്ലേ? അതിക്രമിച്ച് കടക്കുക, എൻ്റർ വിത്ത് ഫോഴ്സ്. ഭവനഭേദനം നടത്തുക എന്നൊക്കെ കൃത്യമായിട്ട് അർത്ഥമുണ്ടതിന്. ഇപ്പം ഏതെങ്കിലും കള്ളൻ കടയിൽ കട ചുമര് കുത്തി തുറന്ന് അകത്ത് കടക്കുമ്പോൾ ഉള്ളതാണ് ദ തീഫ് ബ്രോക്ക് ഇൻ. അകത്ത് കയറി. എങ്ങനെ? എൻറ്റേർഡ് വിത്ത് ഫോഴ്സ്. എന്തോ കുത്തി പൊട്ടിച്ചിട്ട് ശക്തി വെച്ചിട്ടാണ് അതിക്രമിച്ച് കിടക്കുക അല്ലെങ്കിൽ ഭവനവേദനം നടത്തുക. ബ്രേക്ക് ഓഫ്, OFF ആണേ, ശ്രദ്ധിക്കണം. ബ്രേക്ക് ഓഫ്, ഓഫ് എന്ന് പറഞ്ഞാൽ ഇല്ലാതാവില്ല. അതുപോലെ തന്നെ സ്റ്റോപ്പ് സഡൻലി. പക്ഷെ അവിടെ വാക്കൊരു എഴുതാൻ മാഷോടെ ഒന്ന് അവിടെ വിട്ടുപോയി, അതുകൊണ്ടാണ് എഴുതിയത് ബ്രേക്ക് ഔട്ട്. ബ്രേക്ക് ഔട്ട്. അപ്പം ഓർഡർ പ്രകാരം ഇത് കഴിഞ്ഞിട്ടാണ് ഇത് വേണ്ടത്. OFF കഴിഞ്ഞിട്ട് OOT. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ബ്രേക്ക് ഔട്ട്, അതേ പൊട്ടിപ്പുറപ്പെടുക എന്നൊക്കെ വെച്ചാൽ എന്താണ്? മഴ പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ അതാണ് ബ്രേക്ക് ഔട്ട്. എന്നാൽ ബ്രേക്ക് ഓഫ്, അത് നിന്ന് പോവുക. ബ്രേക്ക് ഔട്ട് അവിടെ പഠിച്ചു കണ്ടേ? അത് ശ്രദ്ധിച്ചോളൂ. സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. വേനൽ മഴ പോലെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് മഴ പെയ്യുക. ദ റെയിൻ ബ്രോക്ക് ഔട്ട് അൺഎക്സ്പെക്റ്റഡ്ലി. അപ്രതീക്ഷിതമായിട്ട് മഴ പൊട്ടിപ്പുറപ്പെട്ടു. അതുകൊണ്ട് അതുപോലെ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ പെട്ടെന്ന് നിന്നുപോയി. ബ്രേക്ക് ഓഫ്. കണ്ടോ? സ്റ്റോപ്പ് സഡൻലി. ദ റെയിൻ ബ്രോക്ക് ഓഫ്. മഴ നിന്നുപോയി. 2 ദിവസമായിട്ട് മഴയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബ്രേക്കിൽ വരുന്നത്. ഒന്നുകൂടി നോക്കൂ. ബെയർ വിത്ത്, ടോളറേറ്റ്, സഹിക്കുക. ബ്രേക്ക് ഡൗൺ, കൊലാപ്സ്, തകരുക, തകർന്നു വീഴുക. ബ്രേക്ക് ഇൻ, എൻ്റർ വിത്ത് ഫോഴ്സ്, അതിക്രമിച്ച് കിടക്കുക. ബ്രേക്ക് ഓഫ്, സ്റ്റോപ്പ് സഡൻലി, പെട്ടെന്ന് നിലച്ചു പോവുക. ബ്രിങ് ഡൗൺ, പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചാണ്. ബ്രിങ് ഡൗൺ, ബിക്കം ഹംബിൾ. ഒന്നുകിൽ വിനീത വിധേയനാവുക, അല്ലെങ്കിൽ നിലവാരം താഴുക, അല്ലെങ്കിൽ താഴ്ത്തുക. നോക്കൂ, വിധേയമാക്കുക.
ഓർ മേക്ക് ലെസ്, കുറയ്ക്കുക, കുറച്ച് കൊണ്ടുവരിക. ബ്രിങ് ഡൗൺ, കണ്ടോ അർത്ഥം ഇവിടെ തന്നെ ഉണ്ട്. ബ്രിങ് ഡൗൺ, ഏതെങ്കിലും ഉയർന്ന അവസ്ഥയിൽ താഴ്ത്തി കൊണ്ടുവരിക ആണ് ബ്രിങ് ഡൗൺ. ബ്രിങ് ഇൻ, ഇൻട്രഡ്യൂസ്, പരിചയപ്പെടുത്തുക. ബ്രിങ് ഇൻ, ഇൻട്രഡ്യൂസ്, പരിചയപ്പെടുത്തുക. ബ്രിങ് ഔട്ട്, മേക്ക് ക്ലിയർ, ഉള്ളിലുള്ള കാര്യം ബ്രിങ് ഔട്ട്. എത്ര ക്ലിയറാന്ന് നോക്കൂ. ബ്രിങ് ഔട്ട്, പുറത്തു കൊണ്ടുവരിക, അതാണ് മേക്ക് ക്ലിയർ. കണ്ടോ, വെളിപ്പെടുത്തുക. മാഷോട് എഴുതി വെച്ചു റിവീൽ, അതുകൊണ്ടാണ് ഇത് എഴുതി പഠിക്കണം എന്ന് പറഞ്ഞത്. വെളിപ്പെടുത്തുക. ബ്രിങ് അപ്പ്, ബ്രിങ് അപ്പ്. നേരത്തെ ബ്രിങ് ഡൗൺ ആണെങ്കിൽ ഇത് ബ്രിങ് അപ്പാണ്. ആരെയാണ് ബ്രിങ്? ഒരു കൊച്ചു കുഞ്ഞിനെ, അനാഥനായ ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നു. നമ്മുടെ വീട്ടിൽ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്നു. അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞിനെ മുത്തശ്ശൻ വളർത്തിക്കൊണ്ടുവരുന്നു. ഗ്രാൻഡ്പ ബ്രോട്ട് അപ്പ് ദ ചൈൽഡ്. കണ്ടോ, ഹി ബ്രിങ്സ് അപ്പ് ദ ചൈൽഡ്. ബ്രിങ് അപ്പ്, അതാണ് വളർത്തിക്കൊണ്ടുവരിക. വൺസ് അഗെയിൻ, ബെയർ വിത്ത്, ടോളറേറ്റ്, സഹിക്കുക. ബ്രേക്ക് ഡൗൺ, കൊലാപ്സ്, തകരുക. ബ്രേക്ക് ഇൻ, എൻ്റർ വിത്ത് ഫോഴ്സ്, അതിക്രമിച്ച് കടക്കുക. ബ്രേക്ക് ഓഫ്, സ്റ്റോപ്പ് സഡൻലി, പെട്ടെന്ന് നിലച്ചു പോവുക. നോക്കൂ, ബ്രേക്ക് ഔട്ട്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി, പൊട്ടിപ്പുറപ്പെടുക, മഴ പോലുള്ളത്. ബ്രിങ് ഡൗൺ, ബിക്കം ഹംബിൾ, മനുഷ്യനാണെങ്കിൽ അവൻ്റെ അഹങ്കാരം മാതിരിയുള്ളവ കുറച്ച് വിധേയമായി വിനയത്തോടെ പെരുമാറുക. ഓർ മേക്ക് ലെസ്, മറ്റു കാര്യങ്ങളാണെങ്കിൽ കുറച്ച് കൊണ്ടുവരിക. ബ്രിങ് ഇൻ, ഇൻട്രൊഡ്യൂസ്, ദാറ്റ് ഈസ് പരിചയപ്പെടുക, പരിചയപ്പെടുത്തുക. ഒരാളെ നമ്മളൊരു വേദിയിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരാൾ സിനിമയിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പം ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന സംവിധായകൻ ഒട്ടേറെ പുതുമുഖങ്ങളെ കൊണ്ടുവന്നു. ഹി ബ്രോട്ട് ഇൻ. ഇപ്പം ശോഭന മാതിരിയുള്ള സുപ്രസിദ്ധരായി മാറിയ നടിമാരെ കൊണ്ടുവന്നു. ഹി ബ്രോട്ട് ഇൻ, അതാണ് ബ്രിങ് ഇൻ. അങ്ങനെ നമുക്ക് അർത്ഥം മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതായത് വേദിയിലേക്ക്, ആ മേഖലയിലേക്ക് കൊണ്ടുവന്നു. ബ്രിങ് ഔട്ട്, മേക്ക് ക്ലിയർ, മനസ്സിലെ കാര്യം പുറത്തേക്ക് കൊണ്ടുവരിക. ബ്രിങ് ഔട്ടും ബ്രിങ് അപ്പും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. ബ്രിങ് അപ്പ്, വളർത്തി കൊണ്ടുവരിക. ഓക്കെ, ഇതാണ്. യെസ്, ലെറ്റ് us continue. So now it begins with C. Call, call at, വിസിറ്റ്. ഇനിയും കാണാം കോൾ ഓൺ, വിസിറ്റ്. കൺഫ്യൂഷനാവും പരീക്ഷയ്ക്ക്. കോൾ അറ്റ്, അറ്റ് എന്ന ഈ പ്രിപ്പസിഷൻ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ്. ഹി വർക്ക്സ് അറ്റ് ദ ഫാക്ടറി, അറ്റ് ദാറ്റ് ഫാക്ടറി, സ്ഥലമാണ്. അപ്പോൾ സ്ഥലത്ത് പോയി കാണുക. കോൾ അറ്റ്, വിസിറ്റ് എ പ്ലേസ്, ഓർ സന്ദർശിക്കുക. എങ്ങനെ? പ്രത്യേക സ്ഥലത്ത് പോയിട്ട് ഒരാളെ, നമ്മളിപ്പോൾ ഒരു ജില്ലാ കലക്ടറുടെ ഓഫീസിൽ പോയി കാണുന്നതിന് കോൾ ഓൺ എന്നല്ല, കോൾ അറ്റ്. വി കോൾ അറ്റ് ഹിം ഇൻ ഹിസ് ഓഫീസ്. എന്നാൽ ആ വ്യക്തി നമ്മുടെ മാമനാണെങ്കിൽ മാമനെ വീട്ടിൽ പോയി കാണാം നമുക്ക്, അപ്പോഴത് കോൾ ഓൺ ആണ്. ഐ വെന്റ് ടു കോൾ ഓൺ മൈ അങ്കിൾ. ഞാനെന്നേരം മാമനെ കാണാൻ പോയി. വിസിറ്റ്, പേഴ്സൺ, സന്ദർശിക്കുക. സോ അഗെയിൻ റിമെമ്പർ, കോൾ അറ്റ്, ദാറ്റ് ഡിനോട്ട്സ് പ്ലേസ്, അതാണ് വിസിറ്റ്, സന്ദർശിക്കുക. കോൾ ഓൺ ഈസ് ഓൾസോ വിസിറ്റ്, ദാറ്റ് പോയിൻറ്റ്സ് ഔട്ട് എ പേഴ്സൺ. വ്യക്തിയെ കാണാൻ പോവുക, അതാണ് കോൾ ഓൺ. എന്നാൽ വ്യക്തി തന്നെ ആയിരിക്കാം ചിലപ്പോൾ, അത് ഔദ്യോഗിക സ്ഥാനത്തായിരിക്കാം, അത് ഗവർണറായിരിക്കാം, മുഖ്യമന്ത്രി ആയിരിക്കാം. അങ്ങനെ ഗവർണറുടെ ആസ്ഥാനത്ത് പോയിട്ട്, രാജഭവനിൽ പോയിട്ട് കാണുക, അവിടെ കോൾ ഓൺ അല്ല. എന്താണ്? കോൾ അറ്റാണ്. കോൾ ഫോർ, ഡിമാൻഡ്, ആവശ്യം ഉന്നയിക്കുക, സമരം ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രൈക്കാണ്. കോൾ അപ്പോൺ, ഗോ ആൻഡ് വിസിറ്റ്, അങ്ങോട്ട് ചെന്ന് കാണുക. അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ അങ്ങോട്ട് ഹിൻഡ് ചെയ്തിട്ട് നാം അവിടെ പോയിട്ട് കാണുക. ഗോ ആൻഡ് വിസിറ്റ്. കോൾ ഔട്ട്, തിരിച്ച് വിളിപ്പിക്കുക, അതാണ് വിളിപ്പിക്കുക. അപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിനൊരു കുട്ടി ഹെഡ് മാസ്റ്റർ വിളിപ്പിക്കുന്നു. ഹീ സമ്മൺഡ്, നമ്മളെ മാർത്താന്നുള്ള പാഠത്തിൽ പഠിച്ച മാതിരിക്കുക. കോൾ അപ്പോൺ, അതാണ് ഷി വാസ് കോൾഡ് അപ്പോൺ ബൈ ദി പ്രിൻസിപ്പൽ എന്ന് പറയുന്ന മാതിരി. ഇനി കോൾ ഔട്ട്, സമ്മൺ, വിളിപ്പിക്കുക. കോൾ അപ്പോൺ, വിസിറ്റ്, കോൾ ഔട്ട്,
സമ്മൺ വിളിപ്പിക്കുക. കോൾ ഓഫ് സമരം പിൻവലിക്കുക. നേരത്തെ കോൾ ഫോർ ഡിമാൻഡ് ചെയ്യുക, ഇവിടെ കോൾ ഓഫ് അത് പിൻവലിച്ചു. വിഡ്രോ പിൻവലിക്കുക, സമരം പിൻവലിക്കുക. ക്യാരി ഓൺ കണ്ടിന്യൂ തുടരുക. ക്യാരി ഓൺ, പക്ഷേ ക്യാരി ഓൺ എന്നുള്ളത് ഈ ഇതിൽ പഠിച്ചു വെക്കുന്നത് ഒന്നുകൂടി ഇതിൻ്റെ പാസ്റ്റ് ഫോം ആണോ ചോദിക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചു ഗോ ഓൺ, ഇനി പഠിക്കാൻ ഇങ്ങോട്ട് വരാണ്ട് ഗോ ഓൺ. അപ്പം ഗോ ഓണിന് പകരം എല്ലാ പരീക്ഷയ്ക്കും വെൻറ്റ് ഓൺ ആണ് ചോദിക്കുക. അവിടെ നമുക്ക് വ്യത്യാസം, ഗോ ഓൺ അല്ലേ നമ്മൾ ഇത് വെൻറ്റ് ഓൺ അല്ലേ എന്ന്. ഗോൻ്റെ പാസ്റ്റ് ടെൻസ് വെൻറ്റ്, ഗോ ഓൺ വെൻറ്റ് ഓൺ കണ്ടിന്യൂ കണ്ടിന്യൂഡ്. അപ്പോഴതേ ക്യാരി ഓൺ എന്ന് പറയുന്ന നേരം അതേമാതിരി ക്യാരീഡ് ഔട്ട് ക്യാരീഡ് ഓണൊക്കെ വരുന്ന സമയത്ത് പാസ്റ്റ് അർത്ഥത്തിൽ അത് മാറ്റി പറയാൻ പഠിക്കണം. അത്ര തന്നെ. കോൾ ഓഫ് വിഡ്രോ, കോൾഡ് ഓഫ് ആണെങ്കിൽ വിഡ്രൂ. ദ സ്ട്രൈക്കേഴ്സ് കോൾഡ് ഓഫ് ഇറ്റ്, ദ സ്ട്രൈക്ക്. അപ്പം വിഡ്രൂ പിൻവലിച്ചു എന്ന് വരിക. ക്യാരി ഓൺ കണ്ടിന്യൂ. ക്യാരി ഔട്ട് അക്കംപ്ലിഷ്, ഏതെങ്കിലും ഒരു ഏറ്റെടുത്ത പ്രവൃത്തി പൂർത്തിയാക്കുക, അതാണ് അക്കംപ്ലിഷ്. ശ്രദ്ധിച്ചു വേണം. ക്യാരി ഓവർ, ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക്. ബ്രിങ് ടു അനദർ പേജ്. നമ്മളിപ്പം അക്കൗണ്ടിംഗ് ഒക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ നോട്ടൊക്കെ എഴുതുമ്പോൾ ഒരു പേജിലെ കാര്യങ്ങൾ മറ്റൊരു പേജിലേക്ക് തീർന്നിട്ട് മറ്റൊരു കാര്യം ബ്രിങ്, അതാണ് ആ കൊണ്ടുവരുന്നത്. ക്യാരി ഓവർ, ബ്രിങ് ഇൻ എ ന്യൂ പേജ്, പുതിയ പേജിലേക്ക്. അവിടെ നേരത്തെ പഠിച്ചൊരു ബീലുണ്ട്, ബ്രിങ്ങിലേക്ക് ഒരു പദം നമ്മളത് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു, ഒരു ഫ്രേഷ്യൽ വെബല്ല ഒന്നിലേറെ ഫ്രേഷ്യൽ വെബ്സ് ഒരേ അർത്ഥത്തിൽ തരും. എന്തുകൊണ്ടെന്നാൽ ഈസി യൂസേജിന് ഏതാണോ കിട്ടുന്നത്, മാത്രമല്ല നാം സംസാരിച്ചു കൊണ്ടിരിക്കുക മുന്നിൽ പറഞ്ഞ പദത്തിൻ്റെ താളാത്മകതയ്ക്കനുസരിച്ചിട്ടാണ് പിന്നിൽ പദം വരിക. അതുപോലെ തന്നെയാണ് ആ റൈമിംഗ് ഒക്കെ ഒപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അറിയാതെയാണ് ചിലർ സംസാരിക്കുക. അതുകൊണ്ട് ഏത് പദമാണോ മുന്നിൽ പറഞ്ഞത് അതേമാതിരി ശബ്ദം കിട്ടുന്ന പദങ്ങൾ പോയത്തിലും പ്രോസിലും ഡ്രാമയിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വ്യത്യാസവും. അതുകൊണ്ട് ഒരേ അർത്ഥം കിട്ടുന്ന ഫ്രേഷ്യൽ വെബ്സ് ഒന്നിലേറെ കാണും. ക്യാരി ഓവർ, ബ്രിങ് ടു അനദർ പേജ്, പുതിയ പേജിലേക്ക് ചേർക്കുക. ക്യാരി ഔട്ട്, ഹാപ്പൻ, സംഭവിക്കാൻ ഇടവരുക. വൺസ് അഗെയിൻ, കോൾ അറ്റ്, വിസിറ്റ് എ പ്ലേസ്, ഒരു സ്ഥലത്ത് പോയിട്ട് സ്ഥലം കാണാൻ പോകുക അല്ലെങ്കിൽ സ്ഥലത്ത് പോയിട്ട് ആരെങ്കിലും കാണുക. കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ വ്യക്തിപരമായി സന്ദർശിക്കുക. കോൾ ഫോർ ഡിമാൻഡ്, ആവശ്യം ഉന്നയിക്കുക, സമരം ചെയ്യുക. കോൾ അപ്പോൺ, ഗോ ആൻഡ് വിസിറ്റ്, ചെന്ന് കാണുക. കോൾ ഔട്ട്, സമ്മൺ, വിളിപ്പിക്കപ്പെടുക. കോൾ ഓഫ്, വിഡ്രോ, പിൻവലിക്കുക. ക്യാരി ഓൺ കണ്ടിന്യൂ, തുടരുക. ക്യാരി ഔട്ട് അക്കംപ്ലിഷ്, പൂർത്തീകരിക്കുക. ക്യാരി ഓവർ ബ്രിങ് ടു അനദർ പേജ്, മറ്റൊരു പേജിലേക്ക് ചേർത്ത് കൂട്ടിച്ചേർക്കുക. ക്യാരി ഔട്ട് ഹാപ്പൻ, സംഭവിക്കാൻ ഇടവരുക. സോ ദിസ് ഈസ് ദി അനദർ 10 phrasal verbs that we have to learn. ഒരെട്ടെണ്ണം കൂടി ഇതാ പഠിച്ചോളൂ. കം എക്രോസ്, കമ്മിലാണ്. കം എക്രോസ് നിരന്തരം പരീക്ഷ ചോദിക്കുന്നതാണ്. മീറ്റ്, ആ മീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുന്ന പറഞ്ഞാൽ വഴിയിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുന്നതിനെയാണ് കം എക്രോസ് എന്ന് പറയുന്നത്. ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും. കം എക്രോസ്, വഴിയിൽ വെച്ച് കണ്ടുമുട്ടുക, അവിചാരിതമായി കണ്ടുമുട്ടുക. കം അറ്റ്, റീച്ച്, എത്തുക, എത്തിച്ചേരുക, എത്തിപ്പിടിക്കുക. ഇതൊക്കെയാണ് കം അറ്റ്, റീച്ച്, എത്തിച്ചേരുക. കം ബൈ, അബ്ഡെയിൻ, നേടുക, നേടാൻ ഇടയാവുക, അതാണ് അബ്ഡെയിൻ, ലഭിക്കാൻ ഇടയാവുക അല്ലെങ്കിൽ നേടാൻ കഴിയുക. കം അപ്പ്, വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട രണ്ടെണ്ണമാണിത്. കം അപ്പും കം ഡൗണും. കം അപ്പ് ദാറ്റ് ഈസ് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചതാണ്. പ്രത്യേകിച്ചും ഡാമിലെ ജലനിരപ്പ് ഇതൊക്കെയാണ് ചോദിച്ചത്. ദി വാട്ടർ ലെവൽ ഓഫ് ദി ഡാം ഹാസ് കം അപ്പ്, ദാറ്റ് ഈസ് ഇൻക്രീസ്. അല്ലെങ്കിൽ ദ വാട്ടർ ലെവൽ ഓഫ് ദി ഡാം ഹാസ് കം ഡൗൺ, ദാറ്റ് ഈസ് ഡിക്രീസ്. അപ്പം ജലനിരപ്പ് ഉയരുക അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ കൂടുക കുറയുക ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കം അപ്പ്, കം ഡൗൺ. മാത്രമല്ല എന്നാൽ മുകളിലേക്ക് കയറി ഉയരത്തിലേക്ക് എത്തുന്നതിന് ഉപയോഗിക്കാം അസെൻറ്റ്. അതുപോലെ തന്നെ എങ്ങനെയാണെങ്കിൽ ഡിസെൻറ്റ്. നേരത്തെ പറഞ്ഞു ജലനിരപ്പ് ഉയർന്നു പോകുന്നതാണ് ഇൻക്രീസ്, അത് തന്നെയാണല്ലോ അസെൻറ്റ്.
കയറി കയറി പോവുക. സൺ അസെൻസ്, സൂര്യൻ മുകളിലോട്ട് ഉയർന്നു പോവുക. കം അപ്പ്. എന്നാൽ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കും. കെയിം ഡൗൺ, ദാറ്റ് ഈസ് ഡിസെൻഡ്, കുറയുക, ഇറങ്ങി വരിക. ശ്രദ്ധിച്ച് പഠിച്ചു കാണണം. കം അപ്പും കം ഡൗണും ഒക്കെ തന്നെ. കട്ട് ഓഫ്. ഇപ്പം പരീക്ഷയ്ക്കൊക്കെ നമുക്ക് ചില ആൾക്കാർ ഈ ലിസ്റ്റ് ചില പ്രത്യേക അവസ്ഥയിൽ കട്ട് ഓഫ്, അവിടെ വെച്ച് കട്ട് ഓഫ് 60% കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്കാരെ മാത്രമേ, താഴെയുള്ളവരെ അവിടെ വെച്ച് സ്റ്റോപ്പ് എടുക്കുന്നില്ല. അപ്പം കട്ട് ഓഫ് ലൈനാണത്. സ്റ്റോപ്പ്, നിർത്തുക. ഡ്രോപ്പ് ഔട്ട്. ഏതെങ്കിലും ഒരു കാര്യം, എൻ്റെ മനസ്സിലൊരു കാര്യം, ഞാൻ തീരുമാനിച്ചൊരു കാര്യം, ചെയ്യാൻ ഉദ്ദേശിച്ചൊരു കാര്യം, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞാനത് ഉപേക്ഷിച്ചു. ഐ ഡ്രോപ്ഡ് ഇറ്റ് ഔട്ട് ഓർ ഡ്രോപ്ഡ് ഔട്ട് ഇറ്റ്, ഞാനത് ഉപേക്ഷിച്ചു. ദാറ്റ് ഈസ് ഗിവ് അപ്പ് ദ ഐഡിയ, ആശയം ഉപേക്ഷിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത വാക്ക് ഫോളിൻ. പറയാൻ കിട്ടില്ല, അത് വീഴുക, പതിക്കൊന്നല്ല. പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ക്രിസ്മസ് ഫാൾസ് ഇൻ ഡിസംബർ. ഇത് ഓർത്താൽ മതി. ക്രിസ്മസ് ഫാൾസ് ഇൻ ഡിസംബർ, ക്രിസ്മസ് ഹാപ്പൻസ് ഇൻ ഡിസംബർ. അത് സംഭവിക്കുന്നത്, അത് വരുന്നത്, അത് വന്ന് ഭവിക്കുന്നത് ഡിസംബറിലാണ്. അതാണ് ഫോളിൻ, ഫാൾസ് ഇൻ എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കാറ്. വൺസ് അഗെയിൻ, കം അക്രോസ്, മീറ്റ്, വഴിയിൽ വെച്ച് അവിചാരിതമായി കണ്ടുമുട്ടുക. കം അറ്റ്, റീച്ച്, എത്തിച്ചേരുക, എത്തിപ്പിടിക്കുക. കം ബൈ, അബ്റ്റെയിൻ, ലഭിക്കാൻ ഇടയാവുക, നേടാൻ കഴിയുക. കം അപ്പ്, ഇൻക്രീസ്. അനദർ ടേം ഈസ് അസെൻഡ്, വർദ്ധിക്കുക, മുകളിലേക്ക് കയറി എത്തുക. കം ഡൗൺ, കുറയുക, ജലനിരപ്പ് കുറഞ്ഞ് വരിക. ഡിസെൻഡ്, കുറയുക. കട്ട് ഓഫ്, സ്റ്റോപ്പ്, നിർത്തുക, പ്രത്യേക അവസ്ഥയിൽ നിർത്തുക. ഡ്രോപ്പ് ഔട്ട്, ഉപേക്ഷിക്കുക. എന്ത് ആശയമാണ്! ഗിവപ്പ് വരെയുണ്ട് ഉപേക്ഷിക്കുന്നതിന്. ഒരു വ്യക്തിയെ നമ്മൾ ഇപ്പോൾ രാമ ഗേവ് അപ്പ്, അബൻഡ് എന്ന വാക്കുണ്ട്. അതേമാതിരി ഹി ഗേവ് അപ്പ് ഹിസ് ബാഡ് ഹാബിറ്റ്. അപ്പോൾ രാമൻ സീതയെ ഉപേക്ഷിച്ചതിന് അബാൻഡന് കൊടുക്കുന്നത് തന്നെയാണ് ഗിവപ്പ്, ഉപേക്ഷിക്കുക, ഗിവപ്പ്, നിർത്തലാക്കുക, ഗിവപ്പ്, മോശം സ്വഭാവം നിർത്തലാക്കുക. ഹി ഗേവ് അപ്പ് ഹിസ് ബാഡ് ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്, അതിനും പറയാം. പല അർത്ഥങ്ങളിലേക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ചോളണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡ്രോപ്പ് ഔട്ടിൻ്റെ ഗിവ് അപ്പ് ദി ഐഡിയ, ആശയം ഉപേക്ഷിക്കുക. ഫോൾ ഇൻ, ഹാപ്പൻ, സംഭവിക്കാൻ ഇടവരിക. അപ്പോൾ ഏകദേശം ഒരു 25ഓളം അല്ലെങ്കിൽ 30ഓളം ഫ്രേഷർ വെർബ്സ് ആണെന്ന് പഠിച്ച് അത്രത്തോളം തന്നെ ഇനിയും പഠിക്കാനുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ളതാണ്. 8ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും +1നും +2നും ഒക്കെ ഇത് തന്നെയാണ് ഫ്രേഷർ വെർബ്സ്. ആർക്ക് വേണമെങ്കിലും ഇതേമാതിരി സ്വായത്തമാക്കാം. സോ ലെറ്റ് us കണ്ടിന്യൂ remaining phrasal verbs in the next class. Thank you.